എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണയായിട്ട് അച്ചപ്പം ഉണ്ടാക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള ഒരു പണിയാണ്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അളവുകൾ അതേപടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അച്ചപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. 1 കിലോ പച്ചരിക്ക് വേണ്ട അച്ചപ്പത്തിൻ്റെ കൂട്ടുകളാണ് ഇവിടെ പറയുന്നത്. ഒട്ടും തരിയില്ലാതെ ഏറ്റവും ചെറിയ കണ്ണിയിൽ അരിച്ചെടുത്ത അരിപ്പൊടിയാണിത്. അതായത് അപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന അരിപ്പൊടിയുടെ ആ ഒരു കണക്ക്. വറക്കാത്ത അരിപ്പൊടിയാണ് അച്ചപ്പത്തിന് വേണ്ടിയിട്ട് വേണ്ടത്. 240 മില്ലിയുടെ കപ്പിൽ 5 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. 5 കപ്പ് അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോ അളവ് കാണും. ഇതിൽ 4 കപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കി 1 കപ്പ് ഇവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് വേണ്ടത് 3 മുട്ട, 1.5 തേങ്ങയുടെ തേങ്ങാപ്പാൽ. എടുക്കുന്ന തേങ്ങയുടെ അളവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്, എള്ള്, 1 നുള്ള് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് അച്ചപ്പത്തിന് ആവശ്യം. മുട്ട അരിപ്പൊടിയിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്ത മുട്ട അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. മധുരം നോക്കിയതിന് ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കാം. അച്ചപ്പത്തിന് പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് കുറഞ്ഞു പോയാലും ഒട്ടും കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പഞ്ചസാര കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അച്ചപ്പം പെട്ടെന്ന് കരിഞ്ഞ് കളറ് മാറിപ്പോകും. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ്. എള്ള് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ള് കയ്യിലില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വെളുത്ത എള്ള് ചേർത്താലും മതി. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോകരുത്. ഇപ്പോൾ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേരുവകളൊക്കെ ഇവിടെ ഒരുവിധം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അച്ചപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും ലൂസായിട്ടുള്ള ബാറ്ററാണെങ്കിൽ അച്ചപ്പത്തിന് തീരെ കനം കുറഞ്ഞു പോകും. അച്ചിൽ പിടിച്ചു കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി പഞ്ചസാര പൊടിച്ചതും അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ മധുരം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അച്ചപ്പത്തിന് ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല. മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 കപ്പ് അരിപ്പൊടിയും മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അരിപ്പൊടിയും തേങ്ങാപ്പാലും മാറ്റി വെക്കണം. ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഒരുപാട് കുറുകി പോവുകയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മാവിനി ഒരുപാട് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ പൊടിയിട്ടതൊന്ന് കുറുക്കിയെടുക്കാം. ഇവിടെ എടുത്തിരുന്ന തേങ്ങാപ്പാൽ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അച്ചപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും ഇതുപോലെ അച്ച് ഈ എണ്ണയിലൊന്ന് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്തു കൊടുക്കാം. ഞാനിവിടെ അച്ചപ്പത്തിൻ്റെ അച്ച് 3-4 ദിവസം എണ്ണയിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ്. ഇതുപോലെ നേരത്തെ തന്നെ എണ്ണയിലിടാൻ പറ്റാത്തവർക്ക് അച്ച് എണ്ണയിലിട്ട് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു അരമണിക്കൂർ പുളിവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഈ അച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അച്ചപ്പത്തിൻ്റെ മാവിലേക്ക് അച്ചിൻ്റെ ഒരു 1/4 ഭാഗം ഇതുപോലെയൊന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് മാറ്റാം. നല്ല അച്ചാണെങ്കിൽ എണ്ണയിൽ മുക്കുമ്പോൾ തന്നെ അച്ചപ്പം ഇളകി വരും. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ അച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇളകി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും അച്ച് ചൂടാക്കിയതിന് ശേഷം വേണം ഇത് മാവിലേക്ക് ഇട്ട് കൊടുക്കാൻ. എണ്ണയിൽ നിന്ന് അച്ചെടുക്കുമ്പോൾ അച്ചൊന്ന് ചെറുതായിട്ട് കുടഞ്ഞതിന് ശേഷം വേണം മാവിലേക്ക് മുക്കിക്കൊടുക്കാൻ. അല്ലെങ്കിൽ മാവിലേക്ക് എണ്ണ വീണ് മാവ് പെട്ടെന്ന് മോശമായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്.
കുറച്ച് അച്ചപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ മാവ് ഒന്നും കൂടി ഒന്ന് മുഴുവനായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അവസാനം ആകുമ്പോഴേക്ക് മാവിൻ്റെ അളവ് തീരെ കുറയും. ആ സമയത്ത് മാവ് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. അച്ചപ്പത്തിൻ്റെ കൂട്ടും അച്ചും നല്ലതാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ഈ 2 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. പഞ്ചസാരയുടെ അളവ് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പഞ്ചസാര കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അച്ചപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു ഭാഗം റെഡി ആയതിനു ശേഷം മാത്രമേ അച്ചപ്പം മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അച്ചപ്പം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അച്ചപ്പം ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒരു പ്രാവശ്യം അച്ചപ്പം ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അച്ചപ്പത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.